മറ്റൊരു വാർത്ത. പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കം ഉത്സവത്തിനിടെ 8 മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണു. കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്ന ആചാരത്തിൽ പങ്കെടുത്ത കുഞ്ഞിനാണോ ഇങ്ങനെ നിർഭാഗ്യകരമായൊരു സംഭവം നേരിടേണ്ടി വന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഗരുഡൻ തൂക്ക് ഉത്സവം മാത്രമല്ല, അത് മീനഭരണി ഉത്സവത്തിന്റെ ഭാഗമായി ഏഴംകുളം ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഉദ്ദിഷ്ട കാര്യത്തിനും അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്തതിനുമൊക്കെ നടത്തുന്ന ഒരു വഴിപാടാണ്. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ നടത്തുന്ന ഒരു വഴിപാടാണ്. എന്തായാലും 624 തൂക്കങ്ങളാണ് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 124 കുട്ടികളുടെ തൂക്കങ്ങളായിരുന്നു. ഈ തൂക്കം തൂക്കുന്ന ആൾക്ക് കയ്യിൽ നിന്നും കുഞ്ഞ് വഴുതി പോകുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്നത്. എന്തായാലും 8 മാസം പ്രായമെന്നത് ഇപ്പോൾ പോലീസ് ഒരു 10 മാസമാണ് കുഞ്ഞിന്റെ പ്രായം, 9 മാസം കഴിഞ്ഞിരിക്കുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടൊന്നുമില്ല. പത്തനാപുരം സ്വദേശികളുടെ കുഞ്ഞാണെന്നൊരു വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. ഈ കുഞ്ഞിന് കാര്യമായ പരിക്കുകളില്ല. ആ കുഞ്ഞ് മറ്റൊരാളുടെ കയ്യിൽ തട്ടിയാണ് രണ്ടാമത് നിലത്തേക്ക് വീണത്. അതുകൊണ്ട് മുഖത്തോ അതുപോലെ തന്നെ കാലിനും ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. പോലീസ് ഈ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഗരുഡൻ തൂക്കം നടത്തുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അനിഷ്ടകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഭാഗ്യവശാൽ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ കാര്യമായ സുരക്ഷ ഒരുക്കാതെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുമുണ്ട്. ശരി, പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കത്തിനിടെയാണ് കുഞ്ഞ് താഴെ വീണത്. എന്നാൽ കുഞ്ഞിന് കാര്യമായ പ്രശ്നങ്ങൾ, പരുക്ക് ഉണ്ടായിട്ടില്ല എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്.